യൂട്യൂബ് ശ്രോതാക്കൾക്ക് പൊന്നമ്മയ്ക്ക് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇറച്ചി കറിയാണ് വെക്കുന്നത്. 3/4 കിലോ ഇറച്ചിയാണിത്. ഈ മഞ്ഞവെള്ളത്തിനകത്ത് കഴിയുന്നത് കൊണ്ടാണ് ഈ മഞ്ഞ കളറായിട്ടിരിക്കുന്നത്. നമുക്കിത് കുക്കറിനകത്തോട്ടാക്കാം. വെച്ചതാണ് കൊട്ടയ്ക്കകത്ത് വെള്ളം വാരാനായിട്ട്. ഏതായതുകൊണ്ട് ഇപ്പം മഞ്ഞൾ ചേർക്കേണ്ട, മഞ്ഞളുണ്ട് അതിനകത്ത്. നമുക്ക് അരപ്പ് വറുത്ത് ചേർക്കാൻ നേരം ഈ മഞ്ഞൾ ചേർക്കാൻ മതി. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, 1 സ്പൂൺ മുളക് പൊടി ഇട്ട്, 1/4 സ്പൂൺ ഉപ്പിട്ട്, കൊച്ചുള്ളി, 1/4 ഇഞ്ച് ഇഞ്ചിയാണിത് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 സ്പൂണ് ഗരം മസാലയും മീറ്റ് മസാലയും കൂടി മിക്സ് ചെയ്തതാണ്, കറിവേപ്പില 2 തണ്ട്, 2-3 തണ്ട്. ഇതിനെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഗ്യാസിനകത്ത് വെച്ച് കടായി ചൂടായി. ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ പകരുവാണ്. അതിലേക്ക് കടുകിട്ട് ഉള്ളിയിട്ട് ചെറിയ സവോളയാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. കൊച്ചുള്ളിയും ചേർക്കണം, സവോള ഇട്ട് കാഴ്ച ചേർക്കണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് എടുക്കത്തുള്ളൂ. ഇത് പച്ചമുളകാണ്, ഈ കുളന്നിട്ടേക്കുന്നത് 2 ചെറിയ പച്ചമുളകാണ്. ഇത് തേങ്ങാക്കൊത്താണ്. ഇതിൻ്റെ ഈ പുറത്തെ കറുപ്പ് ഞാൻ ചെത്തി കളഞ്ഞിട്ട് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇടുവാണ്. തേങ്ങാക്കൊത്തും കൂടെ അത് വഴന്ന് ചുമപ്പ് കളറ് വരണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് വറുത്തെടുക്കുന്നത് പോലെ. തേങ്ങാക്കൊത്തും സവോള എല്ലാം ചുമന്ന് വരികയാണ്. അതിനകത്ത് ഒരു 1/4 ഇഞ്ച് ഇഞ്ചിയും 1 കട്ട സവോളയും കൂടെ ചതച്ചെടുത്തതാണ്. അതുകൂടി വീട്ടിലോട്ട് ഇടുകയാണ്. എന്നെ പറയാനോ ഇങ്ങനെ ഇല്ല, ചുമ്മാ സവോള ഇഞ്ചി തേങ്ങാക്കൊത്തും പച്ചമുളകും കൂടി അടുത്ത വെച്ച് വെന്ത് കഴിയുമ്പോൾ മുളകും മല്ലിയും കൂടി വറുത്തരച്ച് ചേർത്ത് എടുക്കത്തേ ഉള്ളൂ. കറിവേപ്പിലൊക്കെ കുറവാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത് വേണ്ടിയിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളി സവോളയും തേങ്ങാക്കൊത്തും എല്ലാം നല്ലപോലെ മൂത്ത് ഇതിനായിട്ട് നമുക്ക് ഇത് കഴിയതായതുകൊണ്ട് മഞ്ഞ കളറുണ്ട്. എന്നാലും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണ്. 1.5 സ്പൂണ് മല്ലിപ്പൊടി ആണ്. മുളക് പൊടിയാണ് ഇത്, നാടൻ എരിവുള്ള മുളക് പൊടിയാണ്. ഇതിന് 2 സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. എരിവുള്ളതായതുകൊണ്ട് 2 സ്പൂണേ ഇടുന്നുള്ളൂ. മുളക് പൊടിയൊക്കെ നല്ലപോലെ ചുമന്ന് മൂത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ആ കല്ല് കഴിയെടുത്താണ്. ഇതിങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ചാറിനൊക്കെ ഒരു കൊഴുപ്പ് കിട്ടും. അത് വഴറ്റി ഇത് പറ്റി എണ്ണ തെളിയണം. ഇതാണ് ബീഫ് വേവിച്ചെടുത്തതാണിത്. ഇതിന് ഇതിലോട്ട് ഇടുകയാണ്. കറിവേപ്പിലയുടെ തണ്ട്, സ്പൂണ് ഉപ്പാണ്. ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ടാൽ മതി. മീറ്റ് മസാലയുടെ പൊടിയാണ് 1 സ്പൂൺ ഇടുകയാണ്. കറിവേപ്പിലയാണ് 1 സ്പൂണ്. കുരുമുളക് പൊടിയാണിത്, ചെറിയ സ്പൂൺ 1 സ്പൂണാണ്. നമ്മുടെ ബീഫ് കറി റെഡിയായി. നല്ല ടേസ്റ്റും ഉണ്ട്. ഉപ്പും എല്ലാം കണക്കിന്, ഉപ്പും മസാലയും എല്ലാം നല്ല കണക്കിന്, നല്ല മണവും വരുന്നത് ഇറച്ചിക്കറി. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ
ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.